ജഡ്ജിക്ക് പോലും കേരളത്തിൽ രക്ഷയില്ല. ക്രിമിനൽ സ്വഭാവം അതുപോലെ വളർന്നു വന്നിരിക്കുകയാണ്. ആലുവയിൽ വെച്ച് ജഡ്ജും കുടുംബവും സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ 2 പയ്യന്മാർ ആ വണ്ടി 2 വീലർ അവരുടെ വാഹനത്തോട് ചേർത്ത് നിർത്തി തെറി വിളിച്ചിട്ട് പോയി. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മുഴുവൻ അങ്ങനെയാണ്. അവർ സഞ്ചരിക്കുന്ന ലോകത്ത് വേറെ ആരും സഞ്ചരിക്കാൻ പാടില്ല. ആ ഒരു സംഭവം അവിടെ പോലീസ് റിപ്പോർട്ട് ചെയ്ത് ജഡ്ജ് നന്നായി. അതുകൊണ്ട് ഈ 2 പേരെ ലൊക്കേറ്റ് ചെയ്ത് 2 പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അതുപോലെ മറ്റൊരു ജഡ്ജ് കുടുംബമായിട്ട് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ 2 വീലറിലുള്ള ഒരാൾ ചീത്ത വിളിച്ചു എറണാകുളത്ത്. അതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാളെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പൊതുവേ ഇപ്പം 2 വീലർ സഞ്ചരിക്കുന്നവരെല്ലാവരും അമിത വേഗത്തിലാണ് എല്ലായിടത്തും പോകുന്നത്. പോലീസിന് യാതൊരു കൺട്രോളും ചെയ്യാൻ പറ്റുന്നില്ല. അമിത വേഗത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോഴത്തെ ചില കാറും ചില ബുള്ളറ്റ് മോട്ടോർ സൈക്കിളുമൊക്കെ സ്പീഡ് മാത്രമല്ല, അതിൻ്റെ സൈലൻസർ തുറന്നു വെച്ചിട്ടാണ് പോകുന്നത്. രാത്രിയും പകലുമൊക്കെ അതിൽ പോകുന്ന സന്ദർഭത്തിൽ ആ റോഡിൻ്റെ ഇരുവശത്തുള്ളവരെല്ലാം ഞെട്ടുകയാണ്. കാരണം ചെവി അടച്ചു പിടിക്കണം. കാരണം സൈലൻസർ തുറന്നു വെച്ചിരിക്കുന്ന അമിതമായ വലിയ ശബ്ദത്തോടുകൂടെ പറന്നു പോകുന്നത്. വെടിക്കെട്ട് പോലെ ഇടയ്ക്കിടയ്ക്ക് സൈലൻസിൽ ശബ്ദം കേൾക്കാം, പിന്നെ ശാന്തമാവും, വീണ്ടും വെടിക്കെട്ട് കേൾക്കാം. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണ്ടേ നമുക്ക്? ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കണം. കേരളത്തിലെ പല കാറുകൾക്കും സൈലൻസർ തുറന്നു വെച്ചിരിക്കുന്നു. 2 വീലർ ബുള്ളറ്റിൽ ഇപ്പോഴത്തെ പയ്യന്മാർ മിക്കവാറും ഉള്ളവർ അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് അവർ അതിന് കളർ മാറ്റുക, മോഡിഫിക്കേഷൻ നടത്തുകയൊന്നും അല്ല പ്രശ്നം. കാരണം രാത്രിയും പകലും മെയിൻ റോഡിനടുത്ത് താമസിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സൈലൻസർ തുറന്നു വെച്ച് രാത്രി 1 മണി 2 മണിക്ക് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ സ്ട്രീറ്റിലും ഈ വട്ടന്മാർ നടക്കുന്നുണ്ട്. അത് അവർക്ക് രസമായിരിക്കാം, പക്ഷേ പ്രായമുള്ളവർക്കും അസുഖമായിട്ട് കിടക്കുന്നവർക്കൊന്നും അവർക്ക് ഇത് വലിയ ശല്യം തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരെ മെനക്കെട്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒരു ദിവസം റോഡ് മുഴുവൻ നിൽക്കുക, അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും രാത്രിയിലും പകലും ഇങ്ങനെയുള്ള വാഹനം അത് കസ്റ്റഡിയിൽ എടുക്കണം. അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ആ വാഹനം ഓപ്ഷനിലോട്ട് കൊടുക്കണം. കാരണം പൊതുജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാണ് ഈ നടത്തുന്ന പ്രക്രിയകളെല്ലാം. കാരണം അവർ എന്താണ് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ലൈസൻസ് ഉള്ളവർ പാലിക്കേണ്ട റൂൾസ് എന്താണെന്ന് പോലും അറിയില്ല. സൈലൻസർ എന്തിനാണെന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ലൈസൻസ് തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യണം. കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അവർക്കൊരു രസം തോന്നും. ഇതിലൊക്കെ ഹൈ സ്പീഡിൽ പോകുമ്പോഴും സൈലൻസർ തുറന്നു വിട്ട് മറ്റുള്ളവരെ ഒന്ന് ഞെട്ടിക്കുമ്പം ഇവർക്ക് അത് വലിയൊരു രസമായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അത് ധാരാളം ചെറുപ്പക്കാർ ഈ രീതിയിൽ പോകുന്നത് നമുക്ക് കാണാം. കാറിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇതിന് തീർച്ചയായിട്ടും അടിയന്തരമായിട്ടൊരു ചെക്ക് ആവശ്യം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. തിരുവനന്തപുരം നഗരത്തിലെ പല സ്ട്രീറ്റിലും ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. റൂറൽ സൈഡിലൊക്കെ കുട്ടികൾ ഈ രീതിയിൽ സൈലൻസ് തുറന്നു വെച്ച് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയല്ല, അമിത വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കേരളം മുഴുവൻ അമിത വേഗത്തിൽ തന്നെയാണ് കുട്ടികൾ പോകുന്നത്. അത് പെൺകുട്ടികളും ആ രീതിയിൽ പോകുന്ന കാണുന്നുണ്ട്. IT ഫീൽഡിലുള്ള പല ആൾക്കാരും രാവിലെ സമയത്തിന് ഓഫീസിൽ അല്ലെങ്കിൽ അവിടെ ടെക്നോ പാർക്കിലൊക്കെ എത്താൻ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏറ്റവും ലേറ്റായിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ, ഏറ്റവും ലേറ്റായിട്ട് ഓഫീസിൽ ചെല്ലുകയുള്ളൂ. അതുകൊണ്ട് ലേറ്റായിട്ട് ഇറങ്ങുന്നവർ നേരെ ആ സമയത്തെത്താൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ. പിന്നെ എന്തിനാണ് സൈലൻസർ തുറന്നു വെക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും എറണാകുളത്തുള്ള 2 കേസിനകത്ത് അവർ കളിച്ചത് ജഡ്ജിൻ്റെ അടുത്താണ്. അതുകൊണ്ട് നടപടി പ്രോസിക്യൂഷൻ ഉണ്ടാവും. അവർ ലൈസൻസ് അടിയന്തരമായിട്ട് ഈ എറണാകുളത്ത് പിടിച്ച, ആലുവയിലും എറണാകുളത്തും പിടിച്ച ആ 2 ചെറുപ്പക്കാരുടെ ലൈസൻസ് കട്ട് ചെയ്യണം. പെർമനൻ്റായിട്ട് കട്ട് ചെയ്ത് കളയണം. കാരണം അവരിനി വാഹനം ഓടിക്കണ്ട. അത് തന്നെയല്ല, അവരെ വാഹനം സീസ് ചെയ്യണം. അത് ഇനി വിട്ടുകൊടുക്കാനും കഴിയില്ല. അത് സർക്കാരിലേക്ക് ഇങ്ങനെ കാണിക്കുന്നവരെ തീർച്ചയായിട്ടും ഒരു അമെൻഡ്മെൻറ്റ് നടത്തിയാലും വലിയ ആ സ്വത്തുക്കൾ സർക്കാരിലേക്ക് കൂട്ടിക്കെട്ടണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുപോലെയുള്ള മാനസികമായ നല്ല നിലവാരത്തിലുള്ളവരല്ലാത്ത സമൂഹത്തിൽ സഞ്ചരിക്കുന്ന ഇതുപോലെയുള്ള വട്ടന്മാരെ തീർച്ചയായിട്ടും ഒതുക്കിയേ പറ്റുള്ളൂ. കാരണം കൈവിട്ടു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം.
കേരളത്തിലെ പല സ്ഥലങ്ങളിലുള്ള അപകടങ്ങൾ നമ്മൾ നോക്കണം. ഹൈ സ്പീഡിൽ വന്ന് ഈ കുട്ടികൾ തന്നെ ടൂ വീലറിൽ വന്ന് മറ്റു വാഹനത്തിൽ ഇടിച്ച് അവർ മരിക്കുന്ന കാണാം. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വാഹനങ്ങൾ, കേരളത്തിലെ മുഴുവൻ റോഡുകളിലും വാഹനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് കേരളത്തിൽ ടൂ വീലറും ഫോർ വീലറും വിറ്റു പോകുന്നത്. അതുകൊണ്ട് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ വാഹനം ഓടിക്കുന്ന സ്ഥലത്തെ വാഹനങ്ങളുടെ എണ്ണം പെരുകുന്നെങ്കിലും റോഡിന് വീതി കൂടുന്നില്ല. റോഡിൻ്റെ കണ്ടീഷനും വളരെ മോശമാണ്. എന്തായാലും പോലീസ് ഈ കാര്യത്തെ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം, ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം. പൊല്യൂഷനാണ്, സൗണ്ട് പൊല്യൂഷനാണ്, അത് നിർത്തണം. സ്പീഡ് കുറയ്ക്കണം. പഴയ പോലെ പോലീസ് പല യൂണിറ്റുകളും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇത് പരിശോധിക്കണം. അത് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വ്യത്യസ്ത സമയങ്ങളിൽ റോഡിൽ നിന്ന് ഇങ്ങനെയുള്ള വാഹനങ്ങൾ പിടിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ രംഗത്ത് പോലീസിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാകണം. DGP ഉൾപ്പെടെയുള്ളവർ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുള്ളവർ അടിയന്തരമായിട്ട് ഈ സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള നടപടി ഉണ്ടാകണം. സ്പീഡ് കുറയ്ക്കാനുള്ള നടപടിയും ഉണ്ടാകണം.